ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരഞ്ചൊളികൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഉടൻ തന്നെ റിലീസാകാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 14 റിലീസാകാൻ പോകുന്ന ചിത്രമാണ് കൂലി. മൾട്ടി സ്റ്റാറർ മൂവിയാണ്, പാൻ ഇന്ത്യൻ മൂവിയാണ്, വളരെയധികം മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള രജനീകാന്തിൻ്റെ മൂവിയാണ്. അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൂലി അൺലീഷ്ഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ രജനീകാന്ത് നടത്തിയ സ്പീച്ച് ചില വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്ന ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെക്സിസ്റ്റ് കമൻറ്റുകൾ അതിൽ വന്നു പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവാദം. ആ വിവാദങ്ങളോട് ബന്ധപ്പെട്ട് ആ വീഡിയോയിലെ ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് രജനീകാന്ത് പറയുന്ന ഒരു കഥ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം, കൂലി എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് തന്നെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് രജനി പറയുന്ന കാര്യം, ആ കഥ പറച്ചിൽ കൂടി റിയാക്ഷൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൺ ടി വിയുടെ വീഡിയോ ആണ്. ഒരുപക്ഷെ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണാതെ പോയേക്കാം. ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുന്നതല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ മാത്രമേ ഈ വീഡിയോ കാണാതെ പോവുകയുള്ളൂ. അങ്ങനെ സ്ട്രൈക്ക് വന്നാൽ തന്നെ അത് അപ്പീൽ ചെയ്യും. കാരണം നമ്മൾ ഇതിനകത്ത് പ്രോപ്പറായിട്ട് കമൻട്രി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഫെയർ യൂസേജ് പോളിസിയുടെ കൃത്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ അത് റിലീസ് ചെയ്തിടാൻ സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കൂലി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിച്ചാൽ എപ്പോഴും രജനീകാന്ത് തന്നെയാണ്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കറിയില്ല, പുള്ളിയുടെ എനിക്ക് വളരെ ഒരു പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്യാറുണ്ട്. പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല, അങ്ങനെ സംഭവങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്നൊരു തോന്നൽ എനിക്ക് ഈ വ്യക്തി ഉണ്ടാക്കാറുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് എതിർപ്പുണ്ട്, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേപോലെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരുപക്ഷെ ഭയങ്കര ഗ്രേറ്റ് അഭിനയമാണെന്നൊന്നും അങ്ങനെയുള്ള വാദമൊന്നും എൻ്റെ മുന്നിലില്ല. പക്ഷെ അതിൻ്റെ സിനിമ ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും പുള്ളിയുടെ ഏതെങ്കിലും സിനിമ കാണാം. അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുള്ളത് ശിവാജി ദ ബോസ് എന്ന സിനിമയാണ്. റീസെൻ്റ് ആയിട്ട് കണ്ടുള്ള മൂവികളിൽ തീർച്ചയായിട്ടും ആ സിനിമ ഉണ്ടാവും. അപ്പോൾ ആരാധന വെച്ചുകൊണ്ട് തന്നെയാണ് ഈ നടന്ന ചില കാര്യങ്ങൾ. പ്രധാനമായിട്ടും വന്നിരിക്കുന്ന സൗബിനെതിരെ ഒരു ബോഡി ഷേമിങ് നടന്നു എന്ന് പറയുന്നു. ആമിർ ഖാനെതിരെ സംസാരിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു ബോഡി ഷെയിം. അതേപോലെ ശ്രുതി ഹാസൻ അഭിനയിച്ച വേഷവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കമൻറ്റ്, അനിരുദ്ധിന് ഷോ നടക്കുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യം. ഇതെല്ലാം തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ രീതിയിൽ തന്നെയാണ് രജനീകാന്ത് പറഞ്ഞിരിക്കുന്നത്. അത് ഇല്ലയെന്ന് പറയാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനൊരു 90-50 മോഡലാണ്. മാസ്റ്റർ ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുന്നതിന് മുമ്പ് ഡാൻസ് മാസ്റ്റർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു 90-50 മോഡലാണ് എന്ന് പറഞ്ഞത്. ഇനി ആ 90-50 മോഡൽ ചിന്തയിലുമുള്ളത് കൊണ്ടാണെന്നറിയില്ല ഇത്തരം കാര്യങ്ങൾ വന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊന്ന് അനലൈസ് ചെയ്തു പോകാം. நாம் 2 பேரும் மைண்டில் வச்சுருந்தோம். அந்த ஆர்டிஸ்ட் வந்து அவர் லாஸ்ட் படத்தில் ஆக்ட் பண்ணியிருந்தார், என்னுடைய படத்துலேயே பண்ணியிருந்தார். ஓகே, பைபாஸ் இல்லைங்க. சரி வந்து பண்ணியிருக்காரு, ரொம்ப பிஸி, வேறு யார் பண்ணால் இதாகும், இந்த கேரக்டர் கிளிக் ஆகலைன்னு சொன்னால் அவ்வளோதான், கொஞ்சம் டைம் கொடுங்கன்னு சொல்லிட்டு நம்ம உட்காந்து கூப்பிட்டு வந்தாங்க. கூட்டிகிட்டு வந்து நான் பார்த்தா என்னங்க இது, எந்த படத்தில் ஆக்ட் பண்ணியிருக்காங்க, மஞ்சுபால் பாய்ஸ். அது பார்த்தா இன்னும் எது பால்ட் ஆகிட்டு நம்ம வேலை டிஸ்டிங் இதாக இருக்குது, இவர் எப்படி கேரக்டர் பண்ணுறாங்கன்னு சொன்னால் சொல்கிறாங்க, சார் சூப்பர் ஆர்டிஸ்ட் சார் அவர், நீங்கள் ஜஸ்ட்டு வந்து இல்லை எனக்கு கொஞ்சம் டைம் 100% நல்லா இருக்கும் அப்படின்னு சொன்ன உடனே எனக்கு கொஞ்சம் கூட நம்பிக்கை இல்லை. சரிங்க, அவர் அவ்வளோ கான்ஃபிடண்ட்டாக சொல்லும்போது நான் ஒன்றும். ഇതാണ് സൗബിനെ കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ്, പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എന്ന കമൻറ്റ്. പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് മുടിയില്ലാത്തൊരു സാഹചര്യമുണ്ട്, അദ്ദേഹം ബോൾ ഹെഡ് എന്ന് വിളിച്ചതാണ് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയുന്നത്. സാധാരണ ഇതിൽ നമുക്ക് ചോദിക്കാൻ അത് പൊളിറ്റിക്കൽ എങ്ങനെ ഇൻകറക്റ്റ് ആകും? കഷണ്ടിയുള്ള ആളെ പിന്നെ കഷണ്ടി എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, കൊടവേറുള്ളവനെ പിന്നെ കൊടവേറ എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, കണ്ണ് കാണാത്തവൻ പിന്നെ കണ്ണ് പൊട്ടാന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ജി വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, യേശുദാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റാണ്. അതിൽ പുള്ളി കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ഇംഗ്ലീഷുകാരൻ്റെ കോട്ടിങ്സ് ഇട്ടിരിക്കുകയാണ്. ഒരു കണ്ണ് കാണാത്തവനെ ഇഫ് യു കോൾ എ ബ്ലൈൻഡ് മാൻ വിഷ്വലി ചാലഞ്ച്ഡ് ഹൗ ദാറ്റ് മേക്സ് എ ഡിഫറൻസ് എന്നാണ് പുള്ളിയുടെ ചോദ്യം. അത് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം മാനവികതയെ മാറ്റിവെച്ചിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് വേണുഗോപാൽ പറയുന്നത്. ശുദ്ധ വിവരക്കേടാണ്. അതാര് പറഞ്ഞല്ലോ, വേണുഗോപാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിംഗറിൽ ഒരാളാണ്, പക്ഷെ പറഞ്ഞ ശുദ്ധ വിവരക്കേടാണ്. ഒരാളെങ്ങനെ വിളിക്കുന്നതിലാണ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉള്ളത്. അയാൾ വിഷ്വലി ചാലഞ്ച്ഡ് ആണെന്ന് മനസ്സിലാക്കി അയാളെ ചേർത്ത് നിൽക്കുന്നതിലാണ് നമുക്ക് ഈ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം വരുന്നത്. അല്ലാതെ അയാളെ കണ്ണുപൊട്ടാന്ന് വിളിക്കുന്നില്ല. അപ്പൊ അതേപോലെ തലയിൽ മുടിയില്ലാത്ത ഒരാളെ കഷണ്ടി തല എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. രജനി വിളിക്കുമ്പോൾ സൗബിൻ അത് ചിലപ്പോൾ ഒരു പക്ഷേ എൻജോയ് ചെയ്ത് പോകാതിരിക്കാം. പക്ഷേ എല്ലാ സമയത്തും എല്ലാവരാലും വിളിക്കപ്പെടുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നൊരു വാക്കല്ല അതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആവുന്നത്. ഒരുപക്ഷെ രജനി ഇതിനെ ത്രൂ ഔട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യം, ഇപ്പോൾ അമീർ ഖാനെ കുറിച്ച് പറയുന്ന കാര്യമായാലും ശ്രുതി ഹാസനെ കുറിച്ച് പറയുന്ന കാര്യമായാലും
പറഞ്ഞിരിക്കുന്ന കാര്യം രജനി ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ഈ വേഷം ചെയ്യും, അയാൾ ഇതിന് ആപ്റ്റാകുമോ എന്നുള്ള സംശയം സൂചിപ്പിക്കാനായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം അമീർ ഖാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, To say okay to the script, it will take 2 years. Then imagine how many days, how many months, how many years it will take to make a film. அவ்வளோ பர்ஃபெக்ஷன், அவ்வளோ வந்து கம்ப்ளீட்லி நம்ம கமல்ஹாசன் சொன்னால் அங்கே நார்த்தில் வந்து அமீர் கான். இல்லைங்க, இந்த பக்கம் வந்து சல்மான் கான், அந்த பக்கம் ஷாருக் கான், அந்த பக்கம் வந்து குள்ளம் அப்படி നിൽക്കാറങ്ങ് ചുമ്മാ അവിടെ. ഇതാണ് അമീർ ഖാനെ കുറിച്ച് പറഞ്ഞത്. അതിന് മുന്നേ ഒക്കെ അമീർ ഖാനെ കുറിച്ച് വളരെ മികച്ച വാക്കുകൾ പറഞ്ഞ, വളരെ പെട്ടെന്ന് പുള്ളി പറഞ്ഞത് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ സൗബിന്റെ കാര്യത്തിലായാലും ആമിർ ഖാന്റെ കാര്യത്തിലായാലും കളിയാക്കണമെന്ന ഇന്റൻഷനോട് രജനി പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അതിനിടയിൽ കുള്ളനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അമീർ ഖാനെ കുറിച്ച് പറയുന്നത്. ഇത്തരം പ്രയോഗങ്ങളാണ് പ്രശ്നം. അതുകൂടാതെ നടത്തിയ 2 കാര്യങ്ങൾ, ഒന്ന് ഗ്ലാമറസ് ആയ ആക്ട്രസ് ആണ് ശ്രുതി ഹാസൻ എന്ന് പറഞ്ഞ കമന്റ്. അതിന് പിന്നാലെ അനിരുദ്ധിന്റെ ഷോയ്ക്ക് വരുന്ന ആളുകളെ കുറിച്ച് പറയാം, അനിരുദ്ധിനെ കാണാൻ വേണ്ടിയാണ് പെണ്ണുങ്ങൾ വരുന്നത്, പെണ്ണുങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ് ആണുങ്ങൾ വരുന്നത്, അതിനുശേഷം ഷോ തുടങ്ങുമ്പോൾ ലൈറ്റ് അങ്ങോട്ട് ഓഫാകും എന്ന് പറഞ്ഞ സംഭവം പെട്ടെന്നൊരു ഡീവിയേഷനിൽ പോയി. അതിനുശേഷം പിന്നെ ഡാൻസ് എന്ന രീതിയിൽ തിരിച്ചു വന്നുകൊണ്ട് ആ സീൻ രക്ഷപ്പെട്ടു. ഈ ലൈറ്റ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ച ഒരു സെക്സിസ്റ്റ് കമന്റിലേക്ക് പോവാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു ശ്രദ്ധ, അതിപ്പോൾ സൂപ്പർ സ്റ്റാർ ആയാലും തലൈവർ ആയാലും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ ഒരു ന്യൂസ് ഹെഡ്ലൈൻ കണ്ടതാണ്. തലൈവർ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആകാതിരിക്കുമോ? തലൈവരല്ല, ഏത് രാജാവ് വന്ന് പറഞ്ഞാലും, ഏത് മഹാരാജാവ്, ഏത് പ്രസിഡന്റ്, ഏത് പ്രധാനമന്ത്രി, ആര് വന്ന് പറഞ്ഞാലും, ഏമം വന്ന് പറഞ്ഞാലും ബോഡി ഷെയ്മിങ് തന്നെയാണ്. അതങ്ങനെ തന്നെ കണക്കാക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു നമ്മുടെ രജനീകാന്തിൻ്റെ ഫാൻ ബോയ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫാൻ ബോയ് ആണ്. അത് ബ്ലൈൻഡായ ഒരു ആരാധന ബോധം കൊണ്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം രജനിയുടെ അഭിനയം ഈ നടനമായിട്ട് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യമാണ്. അഭിനയത്തിന്റെ നല്ല എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഭിനയം മാത്രമല്ല എന്നെ അദ്ദേഹത്തോട് ചേർത്ത് തീർന്നു. അദ്ദേഹത്തിന്റെ ചില ചിന്താഗതികൾ ഇപ്പൊ ഇതിനകത്ത് തന്നെ വന്നിരിക്കുന്ന സംഭവം നോക്കും. ബാക്കി എല്ലാവരും മിക്കവർ ആളുകൾ മേക്ക് ഓവർ ചെയ്ത് വരുമ്പോൾ ഒരു മേക്ക് ഓവറും ഇല്ലാതെ വരുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അതിന്റെ സിംപ്ലിസിറ്റിയൊക്കെ ചിലപ്പോൾ നമ്മൾ വിമർശിച്ചേക്കാം, ഇതൊക്കെ വെറുതെ കാണിച്ചു കൂട്ടണം എന്നൊക്കെ പറയാം. പക്ഷെ കാണുന്നത് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്, വന്ന വഴി മറക്കാതെ പോകുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് നമ്മളുടെ ആരോ ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അതിങ്ങനെ ഒരു ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന കുറച്ചുകൂടി കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ആര് പറഞ്ഞാലും ഇത്തരങ്ങൾ വിമർശിക്കപ്പെടേണ്ടെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് ഇന്റൻഷനലി പറഞ്ഞതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൗബിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം കേട്ട് നോക്കാം. அப்படின்னு தெரியல. சரி, யார் ஷூட்டிங் பண்ணுறாங்கன்னா சௌபின் ஷூட்டிங் பண்ணிட்டு இருக்காங்க அப்படின்னு. சரி, தேர்ட் டே கூப்பிட்டாங்க. சார் ரூமில் டேரக்டர் சார் பார்க்கணும் சொன்னாங்க. சரி, லேப்டாப் கொண்டு வந்தாங்க. கொண்டு வந்து இந்த ஷோபின் ஆக்ட் பண்ண ஒரு 2-3 சீன் காமிச்சாங்க. நான் ஆடி போயிட்டேங்க. வாட் அன் ஆக்டர், வாட் அன் ஆக்டர், மை காட், ஹேட்ஸ் ஆஃப். ശ്രുതി ഹാസൻ പറഞ്ഞ ഭാഗത്തേക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞത് കാര്യം എന്താണ്, രജനി ഒരാളെ കളിയാക്കണമെന്ന് ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യമല്ല അതെന്ന് പറയാൻ വേണ്ടിയാണ്. അതേപോലെ ശ്രുതിയെ കുറിച്ച് പറഞ്ഞു ഗ്ലാമറസ് ആക്ട്രസ് എന്ന് പറഞ്ഞ അതേ രജനി തന്നെ അതേ വേദിയിൽ വെച്ച് തന്നെ പറയുന്ന കാര്യമാണ്. பாருங்க, நான் உலகநாயகன் பொண்ணுடா அப்படிங்கிற நிரூபிக்கும். அந்த மாதிரி ஆக்ட் பண்ணு. கமலை பார்த்து சூப்பர் ஸ்ருதியன் சொல்லலைன்னா நான் பேர் மாற்றிக்கிறேன். ഇത്തരത്തിൽ രീതിയിൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അഭിനന്ദനത്തിന്റെ ആ ഒരു റേഞ്ച് കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കാൾ പോയി എന്ന് പറയാനായിട്ടാണ് രജനി സംഭവങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ കുടവയറാന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് കുടവയറുണ്ട്, അതറിഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ കുടവയറാന്ന് വിളിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഉള്ളിലൊരു വേദന വരും. അല്ലെങ്കിൽ കഷണ്ടിത്തലയ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മളെ കഷണ്ടിത്തലയ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക അവസ്ഥ കണ്ടൊക്കെ ആ പേര് എടുത്ത് വിളിക്കുമ്പോൾ അത് എത്ര സ്നേഹമുള്ള ആളായാലും എത്ര റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ആളായാലും അതുണ്ടാക്കുന്നൊരു വേദനയുണ്ട്. അത് തിരുത്തപ്പെടേണ്ട കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ തലൈവരല്ല, ആര് പറഞ്ഞാലും അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ്. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തെ ഒരു കാര്യം കൂടി പറയാം. അത് എനിക്ക് ഇപ്പോൾ ഇദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആണെങ്കിൽ പോലും ഇതിൻ്റെ അവസാന ഭാഗത്ത്
അദ്ദേഹം പറയുന്ന കാര്യം, ആ കഥ പറയാതെ പോകുന്നത് ഒരു നീതികേടാണെന്ന് തോന്നി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് കണ്ടത്, കാരണം ഇതൊരു ലോങ് വീഡിയോ പ്ലേ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരു കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കൂലി എന്ന് പറയുന്ന ഈ വാക്ക്, ഇതിൻ്റെ ആദ്യത്തെ പേര് ദേവ എന്നായിരുന്നു, എന്ന സിനിമയുടെ ആദ്യത്തെ പേര് ദേവ എന്നായിരുന്നു, പിന്നീട് കൂലി എന്നാക്കിയെന്നാണ് മനസ്സിലാവുന്നത്. ഈ കൂലി എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് തൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതെന്ന് രജനി പറയുന്ന ആ സംഭവമുണ്ട്. இந்த கூலி எனக்கு ரொம்ப ரொம்ப நெஞ்சுக்கு கிட்டே இருக்கிறது. இப்போ எஸ்பிஎம் சொன்ன மாதிரி இந்த இராணுவ வீரன் படத்தில் அந்த மூட்டை மேலே தூங்கிட்டு இருந்தேன்ல கூலி, அது பழைய பழக்கம். ஜஸ்ட் அந்த கூலி நான் கூலினால தான் கண்டக்டர் ஆன பிறகு தான் நான் ஆர்டிஸ்ட் ஆனேன். அதுக்காக ஒரு கூலியாக இருக்கும்போது ஒரு இன்சிடெண்ட் நான் சொல்ல ஆசைப்படுறேன். അതായത് ഇപ്പോൾ ഇത് ദൈർഘ്യമുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം ഈ പഠിച്ച് വേറെ കോളേജിലേക്ക് വിടാനുള്ള ഒരു തീരുമാനം ഇദ്ദേഹത്തിൻ്റെ അച്ഛനെടുക്കുന്നു. ആ സമയത്ത് 120 രൂപ എന്തോ കോളേജിൽ കെട്ടണം. ഈ പൈസയുമായിട്ട് രജനി നേരെ ചെന്നൈയിലേക്ക് പോകുന്നു, അന്നത്തെ മദ്രാസിലേക്ക് പോകുന്നു. അവിടെ ഒരു ലൈറ്റ് ബോയ് ആയിട്ടെങ്കിലും കരിയർ തുടങ്ങണമെന്നാണ്, സിനിമയിൽ ഒരു ലൈറ്റ് ബോയ് ആയിട്ടെങ്കിലും കരിയർ തുടങ്ങണമെന്ന ആഗ്രഹത്തോടെ നടക്കുന്നു. പക്ഷെ ഒന്നും ആവുന്നില്ല. അവസാനം ഈ 120 രൂപ ചെലവായി തീർന്നപ്പോൾ രജനികാന്ത് തിരികെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എത്തി. പിന്നെ അവിടെ ഒരു സ്ഥാപനത്തിൽ ചുമട്ടുകാരനായിട്ടാണ് ജോലി ചെയ്യുന്നത്. அங்கே ஜெகதீஷ் ட்ரேடிங் கம்பெனி சொல்லி சூப்பர்வைசர் மூட்டையெல்லாம் கொண்டு வருது. அங்கே கூலிக்கு மூட்டை தூக்கிறதுக்கு போகணும் அப்பா சொல்லிட்டாரு, ஸ்ட்ரிக்டாக சொல்லிட்டாரு. சரி, நான் வேறு வழி இல்லை, சரின்னு சொல்லிட்டு இல்லை. அங்கே போனால் அங்கே மாமனுக்கும் ஒரு கஷ்டம் இல்லை, எஸ்எல்சி எல்லாம் பாஸ் பண்ணி படித்து இப்படி ஆயிடுச்சு அப்படின்னு. அங்கே முனுசாமி அப்படின்னு சொல்லிட்டு அந்த டிப்போ அந்த இதுக்கு அவங்க எப்பவும் கூலி, பர்மனன்ட் கூலி. அப்புறம் கணேஷ், சேகர், ரெட்டி அப்படின்னு கூலிங்க 4 பேர். சரோஜா அப்படின்னு சொல்லி மெயில் இது பண்ணுறவங்க. அங்கே அரிசி மூட்டை 100 கிலோ அரிசி மூட்டை லோடு வந்தால் ஒரு மூட்டை இறங்குனா 10 பைசா. 100 மூட்டை அது இறங்குனா 10 ரூபா. நம்ம 5 பேர் 2 ரூபா. எனக்கு நாட்டி கொடுக்குறது, இந்த கொக்கியை போட்டு நாட்டி கொடுக்குறது, அவங்க போய் இது பண்ணுறாங்க. அந்த மாதிரி பண்ணுறது. அதுக்கப்புறம் ஒரு வாட்டி 2 லோடு வரும், ஒரு வாட்டி 3 லோடு வரும், அந்த மாதிரி. இன்னொன்று உள்ளே இருக்கிற கஸ்டமர் வந்தால் அந்த அரிசி மூட்டையை எடுத்துக்கிட்டு இது பண்ணிட்டுருந்தாங்க. இப்படி பண்ணிட்டு இருக்கும்போது அங்கேயும் எல்லா தமிழியன்ஸ் தான் எல்லாம். ஸோ ஒரு நாள் என்ன ஆச்சுன்னு சொன்னால், முனுசாமி உடம்பு சரியில்லை. இந்த 3 பேர் வேறே லோடு வந்துருச்சு. அதுக்கு போயிட்டு இங்கே லோடு இல்லை, பிஸியாக இருக்குது. ஒரு கடையிலேருந்து 3 மூட்டை அரிசி வேணும்னு சொல்லி ஆர்டர் வந்துருச்சு. இப்போ வேணும் அப்படின்னு சொல்கிறாங்க. எங்கள் மாமா சொன்னார், பரப்பா சிவாஜி 3 மூட்டை ஜஸ்ட் ஒரு 500 மீட்டர்ஸ் தான், நீ கொண்டு போய் வந்துட்டா இல்லை, வண்டிக்கு 5 ரூபா, 2 மூட்டை 10 ரூபா கிடைக்கும், நீ போய் டெலிவரி பண்ணிவிடு அப்படின்னு சொன்னாங்க. சரின்னு சொல்லிட்டு இல்லை, நான் 3 மூட்டை போட்டு எடுத்துகிட்டு போயிட்டுருக்கேன். என்னுடைய பேட்லுக்கு அங்கே ஆக்சிடெண்ட் ஆகிட்டு டைவர்ட் பண்ணிட்டாங்க. ஸோ அந்த ஜஸ்ட் ஒரு 500-600 மீட்டர்ஸ் போகிறதுக்கு 1 கிலோ 1.5 கிலோமீட்டர் வண்டி கொண்டு போகணும். அந்த மூட்டை பேலன்ஸ் கிடைக்காது. எல்லாம் டிரான்ஸ்போர்ட் ரோடு, பஸ்ஸு, கிஸ்ஸு, அதாவது லாரி, கீரி, ஆட்டோ எல்லாம் வருது. அது தூக்கிட்டு இழுத்துட்டு போகிற பள்ளம், மேடு, கம்ப்ளீட்டாக பேலன்ஸ் இல்லை. ஒரு மூட்டை கீழே விழுந்துச்சு. கத்துறா, கமநாட்டி என்னடா திசிங் அப்படின்னு சொல்லி பஸ்லேயே போகிறவன் கத்துறா, இவன் கத்துறா, வேர்க்குது. யார் பக்கத்தில் இருக்கவங்க, என்னடாப்பா இதே பக்கம் கொண்டு வர, நீ யாரடா உனக்கு வண்டி கொடுத்தது, ஒல்லியா திசிங் இருப்பே இல்லையா அப்படின்னு சொல்லி எல்லாம் உள்ளே போட்டு திட்டு வாங்கி அப்படியே தட்டு மாதிரி போயிட்டுருக்கு. அதுக்கப்புறம் பார்த்தா கொஞ்சம் ஃபாஸ்ட்டாக போயிட்டுருக்கு வண்டி. பார்த்தா பின்னாலே சரோஜா, சிவாஜி போய் முன்னாலே பாட்டு, முன்னாலே தள்ளு, அங்கே போய் இங்கே போன்னு சொல்லி அந்த மனோரமா ஆர்டிஸ்ட் தான் ஞாபகம் வருது எனக்கு. அப்படி போடா, இப்படி போடா, அவெல்லாம் திட்டு கொண்டு போட்டு அந்த வண்டியில் போட்டுல இந்த 15 ரூபா கொடுத்துட்டுல, சிவாஜி வண்டியில் உட்காரு, நீ படுத்துக்கோ, நான் வண்டி கொண்டு போகிறேன் அப்படின்னு சொல்லி அந்த வண்டி கொண்டு போய் விட்டாங்க. 10 ரூபா கொடுத்தாங்க. அப்படியே டயர்டாகிட்டு உட்காந்துருக்க. கம்ப்ளீட்லி ஒரு 1/2 ஹவரில் மாமா சொல்கிறாங்க, இப்போ ஒரு 3 மூட்டை வந்திருக்கு, டெம்போவில் போடணும். சரின்னு சொல்லிவிட்டு மூட்டை தூக்கிட்டு போகிறேன், வச்சிடுறேன். அப்புறம் அந்த பணம் கேட்குறேன், 2 ரூபா கொடுத்துட்டு டிப்ஸ் வச்சுக்கோ அப்படின்னு சொல்கிறான். அது எங்கேயோ கேட்ட குரல் பார்த்தா மருசாமின்னு சொல்லிட்டு, நான் காலேஜில் இருக்கும்போது காலேஜ் மேட்டு, நான் உங்களை ரொம்ப கலாட்டம் பண்ணி ரொம்ப கிண்டல் பண்ணுறேன். அவனை என்னை பார்த்துல என்ன ஆட்டம் ஆட்டினடா அப்படின்னு சொல்லி போனாங்க.
அப்படியே வீட்டில் அப்படியே உட்காந்துல ஃபஸ்ட் டைம் வாழ்க்கையில் அப்போ தான் அழுதேன் நான். என்னடா இது அப்படின்னு. அதுக்கப்புறம் இங்கே வந்து எங்கள் அப்பா பிஆர்ஓ யாரும் கேட்க மாட்டாங்க. இவரை நம்ம ஃபஸ்ட் பையன் வந்து கார்பரேஷனில் வேலை செய்கிறான், ரெண்டாவது பையன் வந்து மிலிட்டரியில் വേല செய்கிறாൻ, മൂന്നാമത് പേര് പണം എടുത്തിട്ട് മട. പിന്നീട് ഇദ്ദേഹം അതിനുശേഷം കണ്ടക്ടറായ ഒരു കാര്യത്തിൽ കണ്ടക്ടറാകാൻ ഉള്ള ജോലി ചെയ്യുന്നു. അവിടുന്ന് പിന്നെ സിനിമയിലേക്ക് പോയത്. സിനിമയിൽ അദ്ദേഹത്തെ ബാലചന്ദ്ര അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്, എങ്ങനെയാണ് തമിഴ് ജനത അദ്ദേഹത്തെ ഏറ്റെടുത്തത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തെ ഏറ്റെടുത്തത്, എങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലെ ബാക്കിയുള്ള ആൾ അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്ന ഭാഗമാണ് ഇത്. എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവം എൻ്റെ ജീവിതത്തിലുള്ളതുകൂടി എനിക്ക് സത്യത്തിൽ ഇത് കാണുമ്പോഴേക്കുള്ള കണ്ണു നിറഞ്ഞു വന്നുള്ള കാര്യം ശരിയാണ്. എനിക്കിങ്ങനെ വരാറുണ്ട്. എനിക്ക് ഏത് ഈ ഇമോഷണൽ കാര്യങ്ങൾ വന്നാലും നമ്മൾ ഈ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കപടത എനിക്കുണ്ട്. നമ്മൾ കരയുന്നത് വേറെ ആൾക്കാർ കണ്ടാൽ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അറിയാതൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ച് വരുന്ന കണ്ണീരൊക്കെ നൈസായിട്ടൊന്ന് പഠിച്ചു കളയും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇമോഷണൽ തോന്നി. അങ്ങനെ ഒരു ഇമോഷണലായ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടാണ് എനിക്ക് ഇദ്ദേഹത്തോട് ഇത്ര സ്നേഹമുള്ളത്. അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റാളെക്കുറിച്ച് അതിനേക്കാൾ ഉയർന്ന രീതിയിൽ പറയാനായിരിക്കാം ആദ്യം ചില പദപ്രയോഗങ്ങൾ നടത്തുന്നത്. അത്തരം പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ല, അത്തരം പദപ്രയോഗങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. എന്തായാലും കൂലി എന്ന സിനിമ ഞാൻ കാണാൻ പോകും. അത് റിവ്യൂ ഒന്നും പറയാനൊന്നും അല്ല. എനിക്ക് ആദ്യ ദിവസം തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ള സിനിമകളിൽ ഒന്നാണ് രജനീകാന്തിൻ്റെ സിനിമകൾ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.